CBSE 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലുമുള്ള ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ നമുക്കറിയാം ബോർഡ് എക്സാമിന് ആൻസറൊക്കെ എഴുതാനായിട്ട് ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആ ബുക്ക്ലെറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. CBSE ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് ആൻസേഴ്സൊക്കെ എഴുതാനായിട്ട് ബുക്ക്ലെറ്റ് തരുന്നതായിരിക്കും. നിങ്ങളുടെ ബുക്ക്ലെറ്റിലാണ് ആൻസേഴ്സൊക്കെ എഴുതുന്നത്. ആ ബുക്ക്ലെറ്റിലെ ഫ്രണ്ട് പേജ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ധാരാളം കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ ഫില്ല് ചെയ്യാനുണ്ട്. ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുമ്പോൾ എന്താണ്, കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. മിസ്റ്റേക്സ് ഒന്നും വരാതെ പെർഫെക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ എഴുതണം. അപ്പോൾ ആ ഫ്രണ്ട് പേജ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ആ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജാണ്. അപ്പോൾ ഈ ഫ്രണ്ട് പേജിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യേണ്ടി വരും. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. സോ എങ്ങനെയാണ് ഈ ബുക്ക്ലെറ്റ് നല്ല പെർഫെക്റ്റായിട്ട് ഫില്ല് ചെയ്യാം, ഫ്രണ്ട് പേജ് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിതിനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ ആദ്യം ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് പാർട്ട് ചെയ്യും. അപ്പോൾ CBSE ബോർഡ് എക്സാമിന് പോകുമ്പോൾ എന്താണ്, നിങ്ങൾ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അഡ്മിറ്റ് കാർഡിലുള്ള ധാരാളം കാര്യങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അഡ്മിറ്റ് കാർഡ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഫസ്റ്റ് പാർട്ടിലുള്ളത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഫില്ല് ചെയ്യേണ്ടത് സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഏത് വിഷയമാണോ എക്സാം ആ സബ്ജക്റ്റിൻ്റെ പേര് അവിടെ എഴുതുക. ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് എന്ന് എഴുതുക, മാത്സ് എങ്കിൽ മാത്സ് എന്ന് എഴുതുക, അങ്ങനെ എഴുതുക. അത് കഴിഞ്ഞ് രണ്ടാമത്തത് സബ്ജക്റ്റ് കോഡാണ്. ആ സബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ് കോഡ് എടുത്തെഴുതണം. നിങ്ങൾക്ക് കോഡ് അറിഞ്ഞൂടാ എങ്കിൽ ഹാൾ ടിക്കറ്റിൽ സബ്ജക്റ്റ് കോഡ് ഉണ്ടാവും. ഹാൾ ടിക്കറ്റിൽ നിന്നും സബ്ജക്റ്റ് കോഡ് അവിടെ എടുത്ത് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഡേ ആൻഡ് ഡേറ്റ് ഓഫ് ദ എക്സാമിനേഷൻ. നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന ഡേയും ഡേറ്റും അവിടെ എന്തായാലും എഴുതണം. ഫസ്റ്റ് നിങ്ങൾ ഡേ എഴുതുക. ട്യൂസ്ഡേ ആണെങ്കിൽ ട്യൂസ്ഡേ എന്ന് എഴുതുക. എന്നിട്ട് കോമ ഇട്ടതിന് ശേഷം ഡേറ്റ്, ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റ് അവിടെ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഓഫ് ആൻസറിങ് ദ പേപ്പറാണ്. മീൻസ് നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് ആ എക്സാം എഴുതുന്നത് ആ ലാംഗ്വേജ് അവിടെ എഴുതുക. ഇംഗ്ലീഷിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഇംഗ്ലീഷ് എന്ന് എഴുതുക. ഇപ്പോൾ ഹിന്ദി പരീക്ഷയാണെങ്കിൽ ഹിന്ദി എന്നാണ് അവിടെ എഴുതേണ്ടത്. മലയാളം എക്സാം ആണെങ്കിൽ മീഡിയം ഓഫ് ആൻസറിങ് ദ പേപ്പർ മലയാളം എഴുതണം. അങ്ങനെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കോഡ് നമ്പറാണ്. കോഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ടോപ്പിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഉണ്ടാവും. ആ കോഡ് നമ്പറാണ് നിങ്ങൾ അവിടെ എടുത്തെഴുതേണ്ടത്. കോഡ് നമ്പർ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സെറ്റ് നമ്പർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. സെറ്റ് നമ്പർ എന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻസിനും വ്യത്യസ്ത സെറ്റ് ആയിരിക്കും കിട്ടുക ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ ഒരു കുട്ടിക്ക് സെറ്റ് 1 ആണ് കിട്ടിയെങ്കിൽ അടുത്ത കുട്ടിക്ക് സെറ്റ് 4 ആയിരിക്കും കിട്ടുക. മീൻസ് അവർ ഷഫിൾ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് എന്ത് സെറ്റ് മാറും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് സെറ്റാണ് ഇട്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് 2 ആണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റ് 2-ന് നേരെ ബബിൾ ചെയ്യണം. ഇപ്പോൾ സെറ്റ് 4 ആണ് കിട്ടുന്നതെങ്കിൽ അതിന് നേരെ ബബിൾ ചെയ്യുക. അപ്പോൾ 4 സെറ്റ് നമ്പർ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ സെറ്റാണ് കിട്ടുന്നതെങ്കിൽ 1-ന് നേരെ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. 2 ആണ് കിട്ടുന്നതെങ്കിൽ 2-ന് നേരെ, 3 ആണെങ്കിൽ 3-ന് നേരെ, 4 ആണെങ്കിൽ 4-ന് നേരെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യണം. അടുത്തത് നമ്പർ ഓഫ് സപ്ലിമെൻ്ററി ആൻസർ ബുക്സ് യൂസ്ഡ്. നിങ്ങൾ സപ്ലിമെൻ്ററി ആയിട്ട് എത്ര ആൻസർ ബുക്സ് ആണ് യൂസ് ചെയ്തത് അതിൻ്റെ എണ്ണം എന്ത് ചെയ്യുക അവിടെ എഴുതണം. നോർമലി നമുക്കിപ്പോൾ ബുക്കിലേക്ക് കിട്ടുമ്പോൾ എന്താണ്, ഇത് ധാരാളം പേജസ് ഉണ്ടാവും. നമ്മൾ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാലും അതിൽ ധാരാളം പേജസ് ഇനിയും ബാക്കി കാണും. നോർമലി അങ്ങനെ പേജസ് ഒന്നും തീരാറില്ല. അഥവാ ഇൻ കേസ് നിങ്ങൾ പേജ് വല്ലതും തീരുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് സപ്ലിമെൻ്ററി വാങ്ങിക്കുമല്ലോ. അങ്ങനെ എത്ര സപ്ലിമെൻ്ററി വാങ്ങിച്ചു എന്ന് അവിടെ എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന ആ ഒരു ബുക്കിലെറ്റിൽ ധാരാളം പേജസ് ഉണ്ടാവും. നമ്മൾ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാലും ബുക്കിലെറ്റിൽ ഇനി ഒരുപാട് പേജസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആയതിനാൽ നിങ്ങൾ അഥവാ സപ്ലിമെൻ്ററി ആൻസർ ഷീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം അവിടെ എഴുതിയാൽ മതിയാവും. സപ്ലിമെൻ്ററി ആയിട്ട് ആൻസർ ഷീറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിൽ നോ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിൽ എന്ന് എഴുതിയാൽ മതിയാവും. അത് കഴിഞ്ഞതിന് ശേഷം പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി, അങ്ങനെ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ എസ് ഓർ നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എസ് ആണെങ്കിൽ എസ് എന്ന് എഴുതാം, നോ ആണെങ്കിൽ നോ എന്ന് എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം കോഡ് ഓഫ് ഡിസേബിലിറ്റി ആസ് പെർ ദ അഡ്മിറ്റ് കാർഡിൽ ഡിസേബിലിറ്റിയുടെ കോഡ് ഉണ്ടാവും. ആ ഒരു കോഡ് എന്ത് ചെയ്യുക, എഴുതുക. ഡിസേബിലിറ്റി ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വെദർ റൈറ്റർ പ്രൊവൈഡഡ്, മീൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളല്ലാതെ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഈ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ എസ് ഓർ നോ, അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ടിലുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. മിസ്റ്റേക്സ് ഒക്കെ പരമാവധി ഒഴിവാക്കണം. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. സെക്കൻഡ് പാർട്ടിൽ ആദ്യം എഴുതേണ്ടത് കാൻഡിഡേറ്റ്സ് നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമ്മളുടെ പേര്, ആ സ്ക്വയർ ബോക്സസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലേ, ആ സ്ക്വയർ ബോക്സസിൽ നമ്മളുടെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. എക്സാമ്പിളായിട്ട് അരുൺ AS എന്നാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അരുൺ എന്ന് എന്ത് ചെയ്യണം, ഈ ഒരു സ്ക്വയർ ബോക്സിൽ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്വയർ ബോക്സ് വിട്ടിട്ടാണ് അടുത്ത ഇനിഷ്യലായിട്ടുള്ള A എഴുതേണ്ടത്.
അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്ക്വയർ ബോക്സ് വിട്ടിട്ടാണ് എസ് എഴുതേണ്ടത്. മീൻസ് നമ്മളുടെ പേര് എഴുതിയതിന് ശേഷം ഇനിഷ്യൽ വല്ലതും ഉണ്ടെങ്കിൽ പേര് കഴിഞ്ഞ് ഒരു സ്ക്വയർ ബോക്സ് വിടണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇനിഷ്യൽ എഴുതിയിട്ട് വീണ്ടും ഒരു സ്പേസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ഇനിഷ്യൽ എഴുതാനായിട്ട് പാടുള്ളൂ. പേരും ഇനിഷ്യലും തമ്മിൽ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യാനാണ് ആ ഒരു സ്ക്വയർ ബോക്സ് വിടണമെന്ന് പറഞ്ഞത്. ഇനിഷ്യലുകളൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇനിഷ്യലുകളുടെ ഇടയ്ക്ക് ഒരു സ്ക്വയർ ബോക്സ് എന്ത് ചെയ്യണം, വിടണം. മീൻസ് നിങ്ങളുടെ പേര് അരുൺ AS എന്നാണെങ്കിൽ അരുൺ ആദ്യം എഴുതുക, അത് കഴിഞ്ഞ് ഒരു സ്പേസ് വിടുക, അത് കഴിഞ്ഞ് A എഴുതുക, അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്പേസ് വിടുക, അത് കഴിഞ്ഞ് S എഴുതുക. അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നെയിം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതാനുള്ളത്. അപ്പോൾ ക്യാപിറ്റലിൽ തന്നെ നെയിം എഴുതാൻ ശ്രദ്ധിക്കുക. നെയിം എഴുതുക മാത്രമല്ല ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, അതിനെ ബബിളും കൂടെ ചെയ്യണം. മീൻസ് അതിനെ കറുപ്പിക്കുകയും കൂടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആ ഒരു സ്ക്വയർ ബോക്സസിൻ്റെ തൊട്ട് താഴെ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് ഓരോ കോളം ബൈ കോളം ആയിട്ട് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ലെറ്റേഴ്സ് മാത്രമല്ല, അപ്പുറത്തെ സൈഡിൽ റോൾ നമ്പറിലൊക്കെ വരുമ്പോൾ എന്താണ്, നമ്പേഴ്സും ഇതേപോലെ ബബിൾ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കറുപ്പിക്കേണ്ടതായിട്ട് വരും. ഇതിനെയാണ് OMR എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക, അതായത് കറക്റ്റായിട്ട് തന്നെ റൗണ്ട് ചെയ്യുക. നമ്മൾ നെയിം എഴുതിയില്ല, അതുപോലെ തന്നെ ഇതിലും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ നമ്മുടെ നെയിം കറക്റ്റ് രീതിയിൽ തന്നെ റൗണ്ട് ചെയ്യണം, മീൻസ് ബബിൾ ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ആ ഒരു സ്ക്വയർ ബോക്സസിൽ പേര് എഴുതൂലേ, നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് നമ്മളവിടെ പേര് എഴുതുക. എന്നിട്ട് ആ പേരിന് നേരെ വരുന്ന ലെറ്റേഴ്സിനെ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. ഇപ്പം നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ A ആണെങ്കിൽ ആദ്യത്തെ കോളത്തിലുള്ള Aയിൽ ബബിൾ ചെയ്യണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ക്വയർ ബോക്സിൽ നമ്മൾ രണ്ടാമത്തെ ലെറ്റർ എഴുതി കാണും നമ്മുടെ പേരിൻ്റെ. അങ്ങനെയാണെങ്കിൽ അതിന് നേരെയുള്ള കോളത്തിൽ നമ്മളുടെ ആ രണ്ടാമത്തെ ലെറ്റർ ഏതാണോ ആ ലെറ്ററിന് നേരെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യുക മീൻസ് കറുപ്പിക്കുക എന്നാണ് അർത്ഥം. അതായത് നമ്മളിപ്പോൾ സ്ക്വയർ ബോക്സിനകത്ത് ഓരോ ലെറ്റേഴ്സായിട്ട് എഴുതിയതിന് ശേഷം ആ ലെറ്ററിന് നേരെ വരുന്ന കോളത്തിലുള്ള ആ ഒരു റൗണ്ട് സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം, മീൻസ് അതിനെ കറുപ്പിക്കണം. ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഓരോ സ്ക്വയർ ബോക്സിന് നേരെ സ്കെയിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ ഏതാണോ ആ ഒരു ലെറ്ററിന് നേരെയുള്ള ആ ഒരു സർക്കിളിനെ ബബിൾ ചെയ്യുക. അടുത്ത സെക്കൻഡ് സ്ക്വയർ ബോക്സിൽ ഇതേപോലെ സ്കെയിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ ബബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് റോൾ നമ്പറാണ്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും. റോൾ നമ്പർ എഴുതുക. റോൾ നമ്പർ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ റോൾ നമ്പർ ഇതേപോലെ ബബിൾ ചെയ്യാനുണ്ട്, അതും ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് കോഡാണ്. സബ്ജക്റ്റ് കോഡും ഹാൾ ടിക്കറ്റിനകത്ത് ഉണ്ടാവും. ആ സബ്ജക്റ്റ് കോഡ് ഇവിടെ എഴുതുക, എന്നിട്ട് അതും ബബിൾ ചെയ്യുക. അത് കഴിഞ്ഞ് സെൻറ്റർ നമ്പറാണ്, അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിനകത്ത് ഉണ്ടാവും. സെൻറ്റർ നമ്പർ എഴുതിയിട്ട് അതും ബബിൾ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ സബ്ജക്റ്റാണ്. നിങ്ങൾ ഏത് എക്സാമാണോ എഴുതുന്നത് ആ സബ്ജക്റ്റ് അവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ നമ്പർ ആസ് പെർ അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള നിങ്ങളുടെ സ്കൂൾ നമ്പർ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ എഴുതി വെക്കുക. അടുത്തത് റോൾ നമ്പറാണ് എഴുതേണ്ടത്. റോൾ നമ്പർ വേർഡ്സിലാണ് എഴുതേണ്ടത്. ഇത്ര ലാക്സ് ഇത്ര തൗസൻഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും, നിങ്ങളുടെ ഹാൾ ടിക്കറ്റിനകത്ത് തന്നെ ഉണ്ടാവും. സോ അതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ റോൾ നമ്പർ വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഫാദേഴ്സ് ഓർ ഗാർഡിയൻ നെയിമാണ്, അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര് അവിടെ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചർ അവിടെ ഇടുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അതിൻ്റെ താഴെയുള്ള കോളത്തിലൊന്നും നിങ്ങൾ സൈനൊന്നും കൊണ്ട് അറിയാതെ ഇടരുത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്താണ്, വിഷ്വലി ചലഞ്ചഡ് ആണെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതാനുള്ള ആ ഒരു കോളം ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. സോ വിഷ്വലി ചലഞ്ചഡ്, അങ്ങനെ ഡിസേബിലിറ്റി ഉള്ളവരാണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതിയാവും. അല്ലാത്തവരാണെങ്കിൽ നില്ലെന്നോ നോ എന്നോ അവിടെ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ സബ്ജക്റ്റിൻ്റെ പേരെഴുതുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് 10th ക്ലാസ്സിൻ്റെ ഹാൾ ടിക്കറ്റിൽ അങ്ങനെ കാണും. പ്ലസ് 2 വരുമ്പോൾ ഇംഗ്ലീഷ് കോർ എന്ന് പറഞ്ഞ് കാണും. സോ നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ എങ്ങനെയാണോ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ CBSE ബോർഡ് എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങൾ പാർട്ട് 1 ആയിട്ട് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പാർട്ട് 2 ആയിട്ട് റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്തു. സോ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നോക്കി അതിലുള്ളതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആരും ധൃതി പിടിച്ചൊന്നും ഫില്ല് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള സമയം തരുന്നതായിരിക്കും. സോ എല്ലാവരും സാവധാനമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഓരോ ഇൻഫർമേഷൻസും കറക്റ്റായിട്ട് തന്നെ എഴുതുക. നമ്പേഴ്സും കാര്യങ്ങളൊന്നും തെറ്റിക്കാതിരിക്കുക. എസ്പെഷ്യലി റോൾ നമ്പറൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബുക്കിലേക്ക് കിട്ടുമ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുക. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നും ചെയ്ത് വെക്കാതിരിക്കുക. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത്, OMR ബബിൾ ചെയ്യുമ്പോൾ ഈ പേരൊക്കെ ബബിൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ പേര് എഴുതിയ അതേ കോളത്തിന് നേരെ തന്നെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സപ്പോസ് നിങ്ങളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് S എന്ന് പറയുന്ന ലെറ്ററിലാണ്, നിങ്ങൾ അറിയാതെ യുവിൽ കൊണ്ട് കറുപ്പിച്ചു. നിങ്ങൾ നോക്കുമ്പോൾ തെറ്റിയെന്ന് മനസ്സിലായി. യുവിനെ വെട്ടിയിട്ട് വീണ്ടും എസ്സിൽ കറുപ്പിക്കാൻ നോക്കരുത്. അത് കൂടുതൽ കുഴപ്പങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഇത് നമ്മളല്ല റീഡ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറാണ് റീഡ് ചെയ്യുന്നത്. എറേഴ്സിനൊക്കെ കാരണമാകും. സോ എന്താണ്, മിസ്റ്റേക്സ് ഒന്നും പരമാവധി ഉണ്ടാവാതെ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനെ അറിയിക്കണം.
പിന്നെ ബബിൾ ചെയ്യുമ്പോൾ ഒരു തവണ തെറ്റിയാൽ എന്താണ് വീണ്ടും തെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഹാൾ ടിക്കറ്റ് എന്തായാലും കൃത്യമായിട്ട് തന്നെ മറക്കാതെ തന്നെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. കാരണം അതിലാണ് ധാരാളം ഇൻഫർമേഷനൊക്കെ ഉള്ളത്. സോ ഹാൾ ടിക്കറ്റ് നോക്കി വേണം നിങ്ങൾ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിനെ പറ്റി ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സ്റ്റഡി വെൽ. താങ്ക് യു.